പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് മെയ് 26-ാം തീയതിയാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോഡി ഈ സ്ഥാനത്തെത്തിയിട്ട് 12 വർഷം പൂർത്തിയാവുകയാണ്. 2014 മെയ് മാസം 26-ാം തീയതിയാണ് അദ്ദേഹം ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. 2014 തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് ആദ്യമായിട്ട് കേവല ഭൂരിപക്ഷം കിട്ടിയത്. NDA സർക്കാർ അധികാരത്തിൽ വന്നത്. മുമ്പ് അടൽ ബിഹാരി വാജ്പേയി 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട്. പക്ഷേ വാജ്പേയി പ്രധാനമന്ത്രിയായ പോലെ അല്ല മോഡി പ്രധാനമന്ത്രിയായത്. വാജ്പേയിയുടേത് കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു. മോഡിയുടെയും തത്വത്തിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയാണെങ്കിലും BJPക്ക് വലിയ പ്രാമുഖ്യമുള്ള, മോഡിക്ക് വലിയ പ്രാമാണ്യമുള്ള ഒരു മന്ത്രിസഭയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞാലും അതിൽ രണ്ട് പേർക്ക് വോയിസുള്ളൂ. ഒന്ന് നരേന്ദ്രമോദിക്കും, മറ്റത് അമിത്ഷായ്ക്കും. ഈ രണ്ടുപേരിൽ നിന്നാണ് ഇന്ത്യയുടെ ഭാഗധേയം തീരുമാനിക്കുന്നത്. വേണമെങ്കിൽ നാഗ്പൂരിലുള്ള RSS ഹെഡ്ക്വാർട്ടേഴ്സിനെ കൂടി ഈ കൂട്ടത്തിൽപ്പെടുത്താം. മറ്റു മന്ത്രിമാരൊക്കെ വെറുതെ അവിടെ പോയിരിക്കുന്നത് ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വിളമ്പുന്ന ചായയും അണ്ടിപ്പരിപ്പും കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എങ്ങനെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ലെങ്കിൽ മോഡി ഷാ ടീം, ഈ കഴിഞ്ഞ 12 കൊല്ലത്തിനിടയ്ക്ക് ഇന്ത്യയുടെ ഭാഗധേയം മാറ്റി തീർത്തു എന്നുള്ളതിലേക്കുള്ള ഒരു എളിയ എത്തിനോട്ടമായിട്ട് ഇതിനെ കണക്കാക്കാം. കാരണം ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ളൊരു വീഡിയോയിൽ രാജ്യത്ത് സമഗ്രമായിട്ടുണ്ടായ മാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ 2014 നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോഴത്തെ ഇന്ത്യ അല്ല തീർച്ചയായിട്ടും 2026 മെയ് 26-ാം തീയതി ഉള്ളത്. രാജ്യത്തിൻ്റെ അതിരുകൾ മാറിയിട്ടില്ല, ഭൂവിസ്തൃതി കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. പക്ഷേ രാജ്യത്ത് മൗലികമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ അല്ല, ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയുമല്ല. പിന്നീട് ചന്ദ്രശേഖറോ അല്ലെങ്കിൽ ഗുജറാളോ ദേവഗൗഡയോ വാജ്പേയിയോ മൻമോഹൻ സിംഗോ ഭരിച്ച ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഒന്നാമത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായി എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരത ഉണ്ടായി. മറ്റത് ആടി ഉലയുന്ന സർക്കാരുകളായിരുന്നു. 1989 രാജീവ് ഗാന്ധിയുടെ ഭരണം തീർന്നതിന് ശേഷം 2014 മോഡി അധികാരത്തിൽ വരുന്ന വരെ രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരത നിലനിന്നു, അനിശ്ചിതത്വം നിലനിന്നു. എപ്പോഴാണ് മന്ത്രിസഭ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഭൂരിപക്ഷം തട്ടിക്കൂട്ടിയ വാജ്പേയിയുടെ 3ാമത്തെ സർക്കാരിനോ അല്ലെങ്കിൽ പിന്നീട് 10 കൊല്ലം പിടിച്ചു നിന്ന മൻമോഹൻ സിംഗ് സർക്കാരിനോ പോലും ഒരു സ്ഥിരത അവകാശപ്പെടാൻ പറ്റുമായിരുന്നില്ല. അതൊക്കെ ഘടകകക്ഷികളെ, സഖ്യകക്ഷികളെയൊക്കെ വലിയ അളവിൽ ആശ്രയിച്ച് നിന്ന സർക്കാരുകളാണ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആടി ഉലയുന്ന സർക്കാരുകളായിരുന്നു. പണ്ട് പിരിച്ചുവിട്ട നാവികസേനാ മേധാവിയെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ജയലളിത ഉണ്ടാക്കിയ പൊല്ലാപ്പുകളാണ് എനിക്ക് ഓർമ്മ. ഇപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല. ഒരു ഘടകകക്ഷിക്കും മോഡിക്ക് അൾട്ടിമേറ്റം കൊടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പലരും വിചാരിച്ചു ഇതോടെ മോഡിയുടെ കത്തിക്കൽ കഴിഞ്ഞു. ചന്ദ്രബാബു നായിഡു ഇടത്തോട്ട് വലിക്കും, നിതീഷ് കുമാർ വലത്തോട്ട് വലിക്കും, അതോടുകൂടി മോഡി ഇരിക്കക്കുത്തായിട്ട് വീഴും എന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. നിതീഷ് കുമാർ ഇപ്പോൾ തീർത്തും അപ്രസക്തനായി കഴിഞ്ഞു. ചന്ദ്രബാബു നായിഡു പ്രസക്തനാണ്, പക്ഷേ പുള്ളിയായിട്ട് യാതൊരു കുഴപ്പത്തിനോ കലാപത്തിനോ തയ്യാറാവുന്നില്ല. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മോഡി സർക്കാരുകൾ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉറച്ച നിലയിലാണ് 3ാമത്തെ മോഡി സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് ഒന്നാമത്തെ കാര്യം. അതനുസരിച്ചുള്ള സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത സാമ്പത്തിക രംഗത്ത് കാണാൻ കഴിയും. തീർച്ചയായിട്ടും മുതലാളിത്ത സാമ്പത്തിക അജണ്ടയാണ് ഇവർ പിന്തുടരുന്നത്, യാതൊരു സംശയമില്ല. രാജ്യത്തെ മുതലാളിമാരെല്ലാവരും പണ്ടത്തെക്കാളും സമ്പന്നരായി. സമ്പന്നർ കൂടുതൽ സമ്പന്നരായി എന്ന് പറയാം. ദരിദ്രർ കൂടുതൽ ദരിദ്രരായോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പണ്ടത്തെ പോലെയൊക്കെ തന്നെ ദരിദ്രരായി തുടരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ നിയമനിർമ്മാണങ്ങളൊക്കെ മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് തൊട്ട് അല്ലെങ്കിൽ നരസിംഹത്തിൻ്റെ സമയം മുതൽ തന്നെ മുതലാളിമാർക്ക് അനുകൂലമായിട്ടാണ് തയ്യാറായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റമില്ല. ഏറ്റവും അവസരം നിലവിൽ വന്ന ലേബർ കോഡ് മാത്രം നോക്കിയാൽ മതി. തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാനെന്ന വ്യാജേന തൊഴിലുടമകളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഹിന്ദുത്വ അജണ്ട കൂടുതൽ ശക്തമായി, കൂടുതൽ കാർക്കശ്യത്തോടെ നടപ്പാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി, മുത്തലാഖ് നിരോധിച്ചു, അതുപോലെ ശിക്ഷാർഹമാക്കി, വഖഫ് നിയമത്തിൽ വലിയ ഭേദഗതികൾ കൊണ്ടുവന്നു. പിന്നെ സുപ്രീം കോടതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ,
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും വരെയുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ പോലും വലിയൊരു അളവ് വരെ കേന്ദ്ര സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ജഡ്ജിമാരുടെ നിയമനത്തിലടക്കം, അല്ലെങ്കിൽ അവരുടെ സ്ഥലം മാറ്റത്തിൻ്റെ കാര്യത്തിൽ, പ്രമോഷൻ്റെ കാര്യത്തിൽ, സുപ്രീം കോടതിയിലേക്ക് ഉള്ള എലിവേഷൻ്റെ കാര്യത്തിൽ, റിട്ടയർ ചെയ്ത ജഡ്ജിമാരെ അധികാര സ്ഥാനങ്ങളിൽ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഈ രീതിയിലുള്ള സ്വാധീനവും സമ്മർദ്ദവും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ചെലുത്താൻ സർക്കാരിന് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ അധികാരപ്രമത്തമായൊരു സർക്കാരാണ്. ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം അധികാരം ഒറ്റയ്ക്ക് കൈയാളിയ ആളാണ് നരേന്ദ്രമോദി. ഇപ്പോഴും കൈയാളിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിക്ക് തുടർച്ചയായിട്ട് 3 തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയില്ല. നെഹ്റുവിന് ശേഷം 3 പൊതു തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി ജയിച്ച ആദ്യത്തെ ആളാണ് നരേന്ദ്രമോദി. നെഹ്റുവിന് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ വലിയ ഒരു പൈതൃകവും പാരമ്പര്യവും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു ശക്തിയായിരുന്നു. നരേന്ദ്രമോദിക്ക് ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം ഈ നിലയിലെത്തി എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രത്യേകത, കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് BJPയുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഉത്തർപ്രദേശ് BJPയുടെ ഒരു വലിയ കോട്ടയായിട്ടും കൊത്തളമായിട്ടും മാറിയത്. മുമ്പും ഉത്തർപ്രദേശിൽ BJP ജയിച്ചിട്ടുണ്ടെങ്കിലും അതുപോലത്തെ ജയമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ സംസ്ഥാനം തുടർച്ചയായിട്ട് BJP തന്നെ വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ BJPക്ക് വലിയ വേരോട്ടം ഇല്ലായിരുന്നൊരു സ്ഥലമാണ് ഹരിയാന. സഖ്യകക്ഷിയായ ശിവസേനയോട് കൂടി ഭരിച്ചിരുന്ന, അവിടെ മൈനർ പാർട്ട്ണറായിരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ബോംബെ അടക്കമുള്ള നഗരങ്ങൾ അവിടെയാണുള്ളത്. അവിടെയും അധികാരം പിടിച്ചു. പിന്നെ ഇവർക്ക് യാതൊരു ഗ്രിപ്പില്ലാത്ത സ്ഥലമായിരുന്നു ഒഡീഷ. അവിടെ ബിജു ജനതാദളിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തു. ആസാം കൈക്കലാക്കി. ഇപ്പോൾ ഒടുവിൽ ബംഗാളും BJPക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ബീഹാറായി, ബംഗാളായി, ആസാമായി, ഒഡീഷയായി. കിഴക്കേ ഇന്ത്യയിൽ BJPയുടെ കാവിക്കൊടി പാറിപ്പറക്കുകയാണ്. അടുത്തായിട്ട് തെക്കേ ഇന്ത്യയിലേക്കാണ് നോട്ടം വെച്ചിട്ടുള്ളത്. അടുത്ത് തെലുങ്കാനയും പിന്നെ അവർക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയ കർണാടകവും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ സഖ്യകക്ഷിയായിട്ടുള്ള തെലുങ്ക് ദേശവും ഒരുമിച്ചാണ് ഭരിക്കുന്നത്. കഷ്ടിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം മറ്റിടങ്ങളിലെ പോലെ ഒരു വലിയ കേന്ദ്രമായി മാറാതെ ബാക്കിയുള്ളൂ. ഇതാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ പൊതുവേ കാണുന്ന കാഴ്ച. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും BJP, അതനുസരിച്ച് രാജ്യസഭയിലും അവരുടെ പ്രാബല്യം വർദ്ധിക്കുകയാണ്. ലോക്സഭയിൽ അവർ വളരെ ശക്തമായ നിലയിലാണ്. കോടതി അടക്കമുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും അവർക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ നരേന്ദ്രമോദി ഇന്ത്യയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വല്ലാതെ അന്യവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ പോലും അവർ തൃപ്തരൊന്നും ആയിരുന്നില്ല. പക്ഷേ മോഡി വന്നതിന് ശേഷം ഇവർക്ക് യാതൊരു പ്രാതിനിധ്യവും കിട്ടാത്ത അവസ്ഥയായി. മോഡിയുടെ ഒന്നാമത്തെ സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രികളുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്ന്. രണ്ടാമത്തെ മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി മാത്രമായി. ഈ മൂന്നാമത്തെ മന്ത്രിസഭയിൽ മുസ്ലിം നാമധാരിയായ ഒരാൾ പോലുമില്ല. ഒരു മുസ്ലിം പോലും ഇല്ലാതെ ഒരു കേന്ദ്ര മന്ത്രിസഭ എങ്ങനെ രൂപീകരിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ചെറിയ കാര്യമല്ല. ലോകത്ത് തന്നെ എനിക്കോടെ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം മുസ്ലിങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. ഇത്ര വലിയ ഒരു ന്യൂനപക്ഷമല്ല, രണ്ടാമത്തെ വലിയ ഭൂരിപക്ഷമാണ്. അവരെ പൂർണ്ണമായിട്ടും അന്യവൽക്കരിച്ചുകൊണ്ട് ആ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ, ഒരാളെ പോലും ജയിപ്പിക്കാതെ, ഒരു സഹമന്ത്രി സ്ഥാനം പോലും കൊടുക്കാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അത് ഈ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു വലിയ ഗുണമായിട്ട് അല്ലെങ്കിൽ ദോഷമായിട്ട് കണക്കാക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ സംഗതി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ദൗർബല്യവും അവരുടെ ശൈഥില്യവും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പരാജയവുമാണ് ഇതുപോലൊരു വിപര്യായത്തിലേക്ക് നയിച്ചത് എന്ന് പറയാനായിട്ട് നമുക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ടതില്ല. ഇപ്പം നെഹ്റുവിന് എന്തുകൊണ്ടാണ് 3 പൊതു തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് ജയിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അന്ന് പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളൊക്കെ ശൈശവ ദശയിലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പ്രതിപക്ഷ പാർട്ടികൾ ഏതാണ്ട് വാർദ്ധക്യ ദശയിലാണ്. ചില രോഗാതുരമായി, ചിലതൊക്കെ മരിക്കാറായി. കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏതാണ്ട് 100ഓളം സീറ്റുകൾ, കഷ്ടിച്ച് 100-ലധികം സീറ്റുകൾ ജയിക്കാൻ പറ്റി. പക്ഷേ അത് കൺസോളിഡേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ആ ഭാഗികമായ വിജയത്തെങ്കിലും നിലനിർത്തുന്നതിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ സാധാരണ പറയില്ലേ, വിജയിച്ച ഏതൊരു പുരുഷൻ്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ വിജയം വരിച്ച ഏതൊരു പ്രധാനമന്ത്രിയുടെ മുന്നിലോ പിന്നിലോ അല്ലെങ്കിൽ സൈഡിലോ വളരെ ദുർബലനായ
പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവുണ്ടായിരിക്കും. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് എന്ന് നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയാൻ കഴിയും. പിന്നെ മാധ്യമങ്ങൾ, ഈ ഗോഡി മീഡിയ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കഥയില്ല. മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ആ മൂപ്പിലാന് കുഴലൂതുന്ന തിരക്കിലാണ്. പിന്നെ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഒരിക്കൽ വാരണാസിയിൽ പോയി ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ. പുള്ളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മത്സരിച്ച് സ്വന്തം സീറ്റിൽ വരെ പരാജയപ്പെട്ടു. അതുപോലെ മറ്റൊരു മഹതിയാണ് മമതാ ബാനർജി. ബംഗാളിൽ അവരുടെ പാർട്ടി തോറ്റു എന്ന് മാത്രമല്ല, അവർ മത്സരിച്ച സീറ്റിൽ അവർ തന്നെ തോറ്റുപോയി. മൂന്നാമതൊരു മഹാനായിരുന്നു നമ്മുടെ MK സ്റ്റാലിൻ. സ്റ്റാലിൻ്റെ പാർട്ടി പ്രതിപക്ഷത്തായി. സ്റ്റാലിൻ തന്നെയും തെരഞ്ഞെടുപ്പിൽ തോറ്റു. പിന്നെ നാലാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടച്ചങ്കനാണ്. പുള്ളി അങ്ങനെ വെല്ലൊന്നും വിളിച്ചില്ല, എന്നാലും പുള്ളിയും ഇപ്പോൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൂട്ടയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഫ്രം വിക്ടറി ടു വിക്ടറി. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും മോഡി വിരുദ്ധന്മാരും ഒക്കെ പ്രതീക്ഷ വെച്ചിട്ടുള്ളത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലാണ്, CJPയിലാണ്. ഇനി CJP നമ്മെ നയിക്കും. പാറ്റകളുടെ ശല്യം സഹിക്കവയ്യാതെ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ചെങ്കോട്ടയിൽ പാറ്റ പറക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളുടെ പ്രതീക്ഷ. എത്ര ദുർബലമായ പ്രതീക്ഷകളിലാണ് നമ്മുടെയൊക്കെ ജീവിതം കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതിന് വേറെ യാതൊരു തെളിവും വേണ്ട. ജയ് ഹിന്ദ്.